ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാകുന്ന ചിക്കൻ ഫിംഗേഴ്സ് ആണ്. അത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമായത് ഒരു 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പീസ് കുറച്ച് ലെങ്ത്തായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും അല്പം ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിറന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 20 മിനിറ്റ് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് എഗ് വാഷ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു മുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്കൊരു 1/4 കപ്പ് പാൽ ചേർത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള പാലാണ്, കട്ടിപ്പാലാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമുക്കൊന്ന് ഒരു ഹാൻഡ് വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ എഗ് വാഷിൽ വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ കോട്ട് ചെയ്തെടുക്കാൻ ആവശ്യമായ ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1 ബൗൾ ബ്രെഡ് ക്രംസ്, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസ് എഗ് വാഷിലൊന്ന് മുക്കിയതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ എഗ് വാഷിൽ മുക്കി വീണ്ടും ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യണം. അങ്ങനെ ഡബിൾ കോട്ട് ചെയ്ത് ഓരോ ചിക്കൻ പീസസും എടുത്തതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ചിക്കൻ്റെ പീസസ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ്റെ പീസസ് എല്ലാം മാറ്റി വയ്ക്കുക. ഇപ്പോൾ ചിക്കൻ പീസസ് എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓരോ ചിക്കൻ്റെ പീസസ് വീതം ഇട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ബ്രെഡ് കോട്ടിംഗ് ഉള്ളത് കാരണം പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 2 സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിംഗർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകും. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. ടേക്ക് കെയർ, ബൈ.